അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാ, ഇന്ന് ഞാൻ പോയ ആമ്പോലാണ്. നിന്റെ ഗ്രാൻഡ് പാരൻസ് വരികയാണ്. ഇപ്പൊ ഞാൻ ഈ ആമ്പോല് ഇനി ഞാൻ ജിദ്ദക്ക് പോയാലെ കൊണ്ടാൻ പോവാണ്. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് വരാം. ഞങ്ങള് 12:30 ആയപ്പോ കഴിഞ്ഞു കേട്ടോ. ഫുഡ് കഴിക്കാത്തോണ്ട് ഞാന് ക്രോയിസന്റ് തിന്നേനു. 3:30 ആവുമ്പത്തിന് ഫ്ലൈറ്റ് ഒക്കെ ഇറങ്ങൂട്ടോ. ഞങ്ങൾ അവിടെ എത്തുണ്ടാവും ഇൻഷാ അല്ലാഹ്. എന്റെ കുടുംബിപ്പാത്ത് കേട്ടോ, നല്ല കുടുംബിയാണ്. ബാപ്പയാണ് കേട്ടോ ഡ്രൈവ് ചെയ്യണ്. 6 മാസായിട്ടോ ഓലെ കണ്ടിട്ട്. പോന്നപ്പോ പാത്തു ചെറിയ കുട്ടിയാണ്. ഓലൊക്കെ കാണുമ്പോ പാത്തു കരയാവോ. എല്ലാരും കണ്ടാലും ഓള് കരയും. പാട്ട് കേട്ടോണ്ട് കുലുങ്ങട്ടോ. പാട്ട് കേട്ടാ നല്ലോണം കുലുങ്ങും. ഓൾക്കുള്ള ഫുഡൊക്കെ ഉമ്മി കൊന്നേനുട്ടാ. ജിദ്ദയിലെത്തുന്നതിന് മുമ്പ് ഡ്രസ്സൊക്കെ മാറ്റണം കേട്ടോ. ഓൾക്ക് ഫുഡും കൊടുക്കണം. ഓള് പുറത്തൊക്കെ നോക്കി കാഴ്ച കണ്ടിരിക്കട്ടോ. നല്ല ആടുന്നുണ്ടോ, പാട്ട് കേട്ടോണ്ടാണ്. ഓള് നല്ല കുട്ടിയായി എഴുതും. പക്ഷെ നല്ല കുറുമ്പത്തിയാ. നല്ല കാട്ടൂലേ, വീട്ടിലത്തെ നല്ല കാട്ടല. പോകുമ്പോ കാഴ്ചകളൊക്കെ കേട്ടോ. മരുഭൂമിയിലാണ് ഞങ്ങള്. ഇലക്ട്രിക് പോസ്റ്റുകളാട്ടോ. കൊറേ ലൈനുകളും പോസ്റ്റുകളൊക്കെ കണ്ടോണ്ട് നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല വീഡിയോ എല്ലാം എടുത്തു. അത് ഡ്രസ്സൊക്കെ മാറ്റി എൻ്റെ അടുത്ത് പോകുന്നു കേട്ടോ. അത് കണ്ടോ, അവളെ കയ്യില് ഒരു ചുയിങ്കത്തിന്റെ ഒരു ഇതാട്ടോ. വായിൽ കിട്ടാൻ എന്തെങ്കിലും ഒരു സാധനം വേണം. അതുകൊണ്ട് ചുയിങ്കത്തിന്റെ ഇതൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങള് എയർപോർട്ടിൽ എത്താനായിട്ടോ. അതാണ് കേട്ടോ മമ്മി ഓലൊക്കെ വരുന്ന ഫ്ലൈറ്റ് അവിടെ ഇപ്പൊ നിർത്തും. അതാണ് കേട്ടോ എയർപോർട്ടിൽ ഇപ്പൊ ലാൻഡ് ചെയ്യാൻ കേട്ടോ. ഞങ്ങള് കറക്റ്റ് സമയത്ത് എത്തി. ഓലിപ്പൊ വരും. ഇപ്പൊ ഞങ്ങള് എയർപോർട്ടിൽ കയറി. കാറ് പാർക്ക് ചെയ്യാൻ സ്പേസ് നോക്കാട്ടോ. കാറൊക്കെ പാർക്ക് ചെയ്ത് ഓലടുത്തേക്ക് പോവാട്ടോ. ഓല് വരുന്ന വീഡിയോ ഇപ്പൊ കാണും. ഞാൻ കാണിച്ചരാ, നോക്കിക്കൊണ്ടിട്ടോ. പാത്തു ബാപ്പിന്റെ കയ്യിലാട്ടോ. ഇതാ ജിദ്ദ എയർപോർട്ടിലാണ്. ഇവിടെ വലിയ അക്വേറിയം ഉണ്ട് കേട്ടോ. ഇതിൽ കൊറേ മീനുകളുണ്ട്. നിങ്ങൾക്ക് കാണിച്ചരാ. നമ്മളെ ഫാമിലി വെയിറ്റ് ചെയ്യുമ്പോ കാണാനായിരിക്കും ആ അക്വേറിയം വെച്ചേക്കണേ. പാത്തൊക്കെ എന്തോ ഇട്ടിരിക്കുന്നുണ്ട്. കൊറേ ആൾക്കാരെ കണ്ടപ്പോ തന്നെ ഒരു ശരിയല്ല, നിൽക്കണേ. എനിക്ക് ഭയങ്കര സന്തോഷാട്ടോ. അവിടെ കണ്ടോ അക്വേറിയം. ഇതാണ് അക്വേറിയം. അത് ഷാർക്കും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഫിഷാളുണ്ട് കേട്ടോ. എല്ലാ ഫിഷാളും ഷാർക്കും എല്ലാം ഉണ്ട്. ചെറിയ ഫിഷുകളും ഉണ്ട്. ഇത് കണ്ടോ, ഞാൻ ഇതിന്ന് വെയിറ്റ് ചെയ്യാൻ അമ്മാനെയും ഇപ്പാനെയും ഒക്കെ. അപ്പൊ അതൊക്കെ ഫിഷുകളെ കാണുകയാണ്. ബാപ്പിയാട്ടോ എത്താണ്. അതാ കണ്ടോ മമ്മി ഓലൊക്കെ തന്നെ. ആപ്പ മമ്മ ഇപ്പ അമ്മാമി എല്ലാരും ഉണ്ട് കേട്ടോ. അപ്പത്തിന് ഞാൻ ഓടി ചെന്ന് ഓലെ കെട്ടി പിടിച്ചിട്ടോ. ആപ്പുണ്ട് കേട്ടോ അവിടെ. എല്ലാരും കണ്ടപ്പോ സന്തോഷവും സങ്കടവും എല്ലാം കൂടെ നിന്നു. എനിക്ക് സന്തോഷം വന്ന് എന്നെ ഉമ്മച്ചോ. ആപ്പ അന്തം വിട്ടു. പാത്തുനെ ഒരു എടുത്തു. അപ്പൊ തന്നെ ഓള് കളിച്ചു. എന്നൊരു കഴിച്ചില്ലേനു.
യാമ്പോല എത്രോളം കച്ചിലേനു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഉറങ്ങി. അപ്പോഴേക്കും ടുട്ടുകാക്ക വന്നിട്ടോ. എന്നിട്ട് ടുട്ടുകാക്കാൻ്റെ ഒപ്പം ഓളുടെ റൂമിലേക്ക് പോയി. ടുട്ടുകാക്ക വേറെ കാലും ഞങ്ങളും വേറെ കാലിലേനു കേട്ടോ. ടുട്ടുകാക്കാൻ്റെ റൂമിലേക്ക് പോണ കാഴ്ചയാണിത്. ഇതാ ഓള് നോളോളിച്ചേറിയിരിക്കാണ് ഓളെ കണ്ടിട്ട്. ഇപ്പൊ മുന്നിൽ നിന്ന് മോളോളിച്ചുണ്ട്. കുറച്ചേം കഴിഞ്ഞപ്പോഴത്തേക്ക് നോളോളി പിന്നെ. ഇങ്ങനെ ഞങ്ങള് ടുട്ടുകാക്കാന്റെ റൂമിലെത്തി. ഇന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെയാണ് യാമ്പോക്ക് പോകുന്നത്. നിങ്ങളില് എത്തിച്ചാണ് ടുട്ടുകാക്ക എന്നത്. അൽബേക്കും ഇതൊക്കെ കൊന്ന് അത് ടുട്ടുകാക്കാന്റെ കുട്ടികളാട്ടോ. അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് യാമ്പോക്ക് പോന്നിട്ടോ. ഇതിന് അങ്ങോട്ട് വരാൻ 4 മണിക്കൂറുണ്ട് അങ്ങോട്ട് പോവാന്. കുറേ സമയം ഞങ്ങൾ സംസാരിക്കുന്നുട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിട്ടോ. അമ്മാമിൻ്റെ മടിയിൽ അങ്ങനെ ഉറങ്ങിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എണീറ്റിട്ടോ. അപ്പോൾ ഞാൻ എണീറ്റപ്പോൾ ഓള് ചോക്ലേറ്റ് തിന്നുന്നുണ്ട് കേട്ടോ. ഓളെ കണ്ടിട്ട് നോളോച്ചിട്ട് ജനവാന്റെ അടുത്തേക്ക് തിരിച്ചെത്തിക്കട്ടോ. അവളെ മൂക്ക് അവിടെ ചോദിക്കുമ്പോ കാണിക്കണ കേട്ടോ. അതെ അവളെ ചിരിയൊക്കെ കുമ്പെത്തിച്ചേര് നല്ല കുറുവയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യാം.